മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇന്ത്യ സഖ്യയോഗത്തിൽ മമതാ ബാനർജി ആവശ്യപ്പെട്ടു. എന്നാൽ നേതാവിനെ തിരഞ്ഞെടുപ്പിനു ശേഷം തീരുമാനിക്കാമെന്നാണ് ഖാർഗെ തന്നെ മറുപടി നൽകിയത്. സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കാനും യോഗം തീരുമാനിച്ചു. ഇന്ത്യ സഖ്യ യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് മമതയും കെജ്രിവാളും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഖാർഗെയെ മമത ഉയർത്തിക്കാട്ടിയപ്പോൾ കെജ്രിവാൾ പിന്തുണച്ചു. നിതീഷ് കുമാർ ഒന്നും മിണ്ടിയില്ല. സ്ഥിതി വഷളാകാതെ ഖാർഗെ പെട്ടെന്ന് ഇടപെട്ടു. അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യാമെന്ന് ഖാർഗെ. രംഗം ശാന്തമായി. രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തുക എന്ന തന്ത്രമാണ് മമത പയറ്റിയത്. സീറ്റ് വിഭജന ചർച്ച അതാത് സംസ്ഥാനങ്ങളിലാണ് നടക്കുക. അത് ദേശീയ തലത്തിലല്ല, മറിച്ച് സംസ്ഥാന തലത്തിൽ ആ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ മുൻകൈയെടുത്തുകൊണ്ട് വിവിധ ഘടകകക്ഷികളുമായി ചേർന്നുകൊണ്ട് സീറ്റ് വിഭജനം പൂർത്തീകരിക്കാനാണ് പൊതുവായി ഇന്നെടുത്തിട്ടുള്ള തീരുമാനം. എംപിമാരെ പുറത്താക്കിയ നടപടിക്കെതിരെ ഈ മാസം 22-ന് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. വിവിപാറ്റുകൾ എല്ലാ EVMകൾക്കും ഒപ്പം വെച്ച് വോട്ടെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പാക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഈ ആവശ്യം ഉന്നയിക്കും. UPയിൽ കോൺഗ്രസ് BSPയുമായി സഹകരിച്ചാൽ സഖ്യത്തിനില്ല എന്ന് SP നിലപാട് പറഞ്ഞു. അങ്ങനെ ഒരു ചിന്തയേ ഇല്ലെന്ന് കോൺഗ്രസ് മറുപടിയും നൽകി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.